ആണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. നമ്മൾ ക്രൂരതയുടെയും ചെറ്റവർത്തമാനത്തിന്റെയും CCTV ഫുട്ടേജ് തെളിവ് സഹിതം എന്റെ കൈവശമുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ടു ആൻ ആന്റി ഗ്രാവിറ്റേഷണൽ വീഡിയോ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. നമ്മളിവിടെ സംസാരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോട് ബ്രേക്കപ്പ് പറഞ്ഞ് ആന്റി ഗ്രാവിറ്റിനെ അഗാധമായിട്ട് പ്രണയിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ. അവർക്ക് ഭൂമിയിൽ നിൽക്കാൻ ഇഷ്ടമല്ല, 24 മണിക്കൂർ അവർക്ക് എയറിൽ നിൽക്കാനാണ് താല്പര്യം. ഇപ്പോഴും മനസ്സിലായില്ല? അതേ ഗൈസ്, നമ്മളിവിടെ സംസാരിക്കുന്നത് KK ഫാമിലിനെ കുറിച്ചാണ്. KK ഫാമിലി അങ്ങനെ വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഒരു കമന്റ് കാണുമ്പോഴാണ് സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അപ്പച്ചിയുടെ ബർത്ത്ഡേക്ക് വിളിച്ച് ഗെറ്റ് ഔട്ട് അടിച്ചേക്കുന്ന വിഷയത്തിന് ശേഷമാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവരൊന്ന് താഴെ ഇറങ്ങി കാണുന്നുള്ളത് വിചാരിച്ചു. അപ്പോഴും മനോരമ ഓൺലൈൻ വിട്ടിട്ടില്ല. തൻവിയുടെ അടുത്തൊരു പോസ്റ്റ്, കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുത്ത് വെച്ചിട്ട് മനോരമ ഓൺലൈൻ അടുത്ത് റീപോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു അത് പോട്ടെ, ഇവരൊന്ന് ഏറി നിന്നും താഴെ ഇറങ്ങോട്ടെ, കുറച്ച് ആൾക്കാരെങ്കിലും ഇവരൊന്ന് താഴെ ഇറങ്ങിയിട്ട് ഭൂമിയിൽ കുറച്ച് ആൾക്കാർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ കൂടി ഇവരെ ഭൂമിയിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതാണ്ട് ഇപ്പം വീണ്ടും ഏറി കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവര് നാസയിൽ വല്ലതും ആകാശത്തോട്ട് വിടാനെ കൊണ്ട് നോക്കിയിട്ട് പരാജയപ്പെട്ടു പോയിരിക്കുന്ന ഏതെങ്കിലും റോക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ KK ഫാമിലിയുടെ കുടുംബത്തിൽ കൊണ്ടിട്ട് നിങ്ങളൊന്ന് പറത്തി നോക്ക്, എപ്പോൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ KK ഫാമിലിയുടെ പേര് എഴുതിയിട്ട് ആ റോക്കറ്റിന്റെ സൈഡിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്താൽ മതി. ആ സ്റ്റിക്കർ തൊട്ട് കഴിഞ്ഞാൽ അപ്പം വിടും മേളിലോട്ട്. കാരണം ഭൂമിയിൽ നിൽക്കാൻ അവർക്ക് ഇഷ്ടമല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ അപ്പച്ചീനെ ഗെറ്റ് ഔട്ട് അടിച്ച വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ദിയാകൃഷ്ണ കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്നൊരു വ്ളോഗ് ഉണ്ടായിരുന്നു. ഈ വ്ളോഗിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നേ. എടേ, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ആൾക്കാർക്കൊക്കെ കുഞ്ഞുങ്ങളുടെ അടുത്തൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നുന്ന ഒരു സംഭവം ഇല്ലേ, അതിനിങ്ങനെയൊക്കെ പറയടോ. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, നിങ്ങൾക്ക് വെറുതെ കളയാൻ സമയം ഉണ്ടെങ്കിൽ മാത്രം കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കാര്യം എന്ന് വെച്ചാൽ അത്ര വലിയ റെലവൻറ്റ് ടോപ്പിക് ഒന്നുമല്ല. പിന്നെ നമുക്കൊരു മന്തിക്കുള്ള വകയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെയാണ് പിന്നെ അമ്മു ഇവരുടെ വർക്ക് ചെയ്തു, ഫോളോഡ് ബൈ അമ്മ, ഇഷാനി, ഹൻസു, എല്ലാവരും അവരുടെ മലേഷ്യ ട്രിപ്പ് വന്നു. ഇവർ മലേഷ്യ ട്രിപ്പ് പോകുന്ന കണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇളകി ഞാനും മലേഷ്യ ട്രിപ്പ് വന്നത്. ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്നിരുന്നു, എൻ്റെ ബ്ലോഗ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇത്തവണ വന്നേക്കുന്നത് നമ്മുടെ ഓമിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അത് 2 ദിവസത്തിലാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടിൽ വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറേ പേരെ വിളിക്കുന്നു അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു തരുന്നില്ലെന്നോ? അല്ല, നിങ്ങളുടെ ഇതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻസിന് വരുന്ന ആൾക്കാർ പിള്ളേരെപ്പെടുത്തക്കാർ വല്ലതും ആണോ? കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു തരുന്നില്ല എന്ന് പറയാനെ കൊണ്ട്. ഇതിനകത്തൊരു സാധനം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ നെവർ ഈവൻ തോട്ട് മൈ പേരൻസ് വെയർ പ്ലാനിങ് എ സ്മോൾ സർപ്രൈസ് ഫോർ ദെയർ ഫസ്റ്റ് ഗ്രാൻഡ് ചൈൽഡ്. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് അവരങ്ങനെ ചെയ്തുകൊണ്ടാണോ ഇനി നിങ്ങൾ അപ്പച്ചീനി ഗെറ്റ് ഔട്ട് അടിച്ചത്? ഇത് പിള്ളേരെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഇവരാരും പിന്നെ തിരിച്ചു തരില്ലതേ. സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അത് ശരിയാണ്. പിന്നെ ഈ ഒരു പ്രായത്തിൽ മലേഷ്യയിൽ ബർത്ത്ഡേക്ക് ട്രിപ്പ് കൊണ്ടുപോയിരിക്കുന്ന സാധനത്തെ പറ്റിയിട്ട് തീർച്ചയായിട്ടും അവർ കുഞ്ഞിനെ ഓർമ്മയുള്ളതായിരിക്കും. സോ ഇവിടെ പുള്ളിക്കാരി ബർത്ത്ഡേ സെലിബ്രേഷന് ഇതുപോലെ ആൾക്കാർ വരുമ്പോഴത്തേക്കിനെ നമ്മളെ കുഞ്ഞിനോടുള്ള സ്നേഹം കാരണം എല്ലാവരും കൊഞ്ചിക്കുക എടുത്തോണ്ട് നടക്കുക കാര്യങ്ങളൊക്കെ ചെയ്യില്ല. അപ്പോൾ ഏതൊരു കുഞ്ഞാണെങ്കിലും അങ്ങനെ ഒരു വാത്സല്യം കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നില്ല. അപ്പം അങ്ങനെ ആൾക്കാർ എടുത്തുകൊണ്ട് നടന്നിട്ട് ഒരാൾ എടുക്കുന്നു, അതിനുശേഷം ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇഷ്ടം തോന്നിയിട്ട് അടുത്തൊരാൾ എടുക്കുന്നു. കാര്യം അവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്ന ആ കുഞ്ഞായിരിക്കല്ലോ. അപ്പം അങ്ങനെ തിരക്ക് കൂടിയിട്ട് ആൾക്കാരെല്ലാം വന്ന് കുഞ്ഞിനെ എടുക്കും. അപ്പോഴത്തേക്കിനും ആ ഒരു റഷിൻ്റെ ഇടയിലായിരിക്കും എന്നുള്ള അതായിരിക്കും സംഭവം പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. പക്ഷേ വന്നിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ നാക്ക് കാരണമാണ് നിങ്ങൾ പലപ്പോഴും ഈ ഒരു ആൻറ്റി ഗ്രാവിറ്റി ഫോഴ്സുമായിട്ട് നിങ്ങൾ മേലോട്ട് കയറി പോകാറുള്ളത്. നിങ്ങൾ എന്താണ് നിങ്ങളിതൊന്നും ശ്രദ്ധിക്കാത്തത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടം? എപ്പോഴും ഏറിൽ നിൽക്കാനാണ് ഇതെന്ന് ഞാൻ പറഞ്ഞത്. അവർക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോട് അവർക്ക് താല്പര്യമില്ല, അവർ ബ്രേക്കപ്പ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അലമ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരെ വിളിച്ചിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റുമോ? കുടുംബക്കാരെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ KK ഫാമിലിയുടെ തന്നെയാണ്. എന്നൊരു അലന്ന കുടുംബമാണ്. അലമ്പ് വേണ്ട എന്ന് പറയുന്നത് വർത്താനം കേട്ടില്ലേ? ആൾക്കാർ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു ബർത്ത്ഡേക്ക് സെലിബ്രേഷൻ ആൾക്കാരൊക്കെ വരുന്നത് അലമ്പ. ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ ഈ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ആൾക്കാരുടെ കാര്യമാണ്. ഇവരൊന്ന് ഇൻവൈറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കുമ്പോഴത്തേക്കിന് അവരൊക്കെ വന്നിട്ട് അലമ്പ് പരിപാടി ഇതായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. ഇത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പോകാനെ കൊണ്ട്. എന്റെ ദിയാകൃഷ്ണ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാവരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഹോസ്റ്റ് ചെയ്ത് അപ്പം തന്നെ തിരിച്ച് വീട്ടിൽ പോവാണ്. എൻ്റെ ദിയകൃഷ്ണ അത് അങ്ങനെയാണല്ലോ. നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും പോയിട്ട് അവരെല്ലാവരെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് അതിനാണല്ലോ പരിപാടിക്ക് വിളിക്കുന്നത്.
നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ഇത്. അപ്പം ഇതൊന്നാലോചിക്കും, ഈ അപ്പച്ചിയുടെ കേസിൽ ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പച്ചിയുടെ അടുത്ത് അഹാന ജസ്റ്റ് ഒന്ന് മാറിയിരിക്കാൻ പറയുന്നത് അത്രയല്ല ഉള്ളൂ എന്നുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിടിക്കാത്ത ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നേ. ആ സ്ഥാനത്ത് നിങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര ഒരു ഫീൽ അടിക്കൂടെ. ആ സ്ഥാനത്ത് നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങളെ ഇത്തരത്തിൽ മാറ്റി നിർത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ അവരതുകൊണ്ടാണ്, അത് കുഴപ്പമൊന്നുമില്ല, നെഗൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒന്നും തോന്നൂല്ല. നമുക്കിതുപോലെ ഒരാളെ വിളിച്ചിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ അവർ പരിപാടിക്ക് നിൽക്കുമ്പോഴത്തേക്കിന് ചില ആളുകൾക്കാർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫീല് കാര്യങ്ങളൊക്കെ അടിക്കും. അത് പറഞ്ഞു തന്നേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ പാർട്ടീസ് ഒക്കെ അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എനിക്കത് പറ്റാറില്ല. ഇപ്പം ഞാൻ ഏറ്റാൽ ചെയ്യും. ഇപ്പം അഞ്ജലിയുടെ ബ്രൈഡൽ ഷവർ ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. ഇപ്പം ഞാൻ ഏറ്റ പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക്. പക്ഷെ ഇതിപ്പോൾ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, എല്ലാവരും വന്ന് കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. എന്തൊക്കെ ട്രോമകളാണല്ലേ. ഇവിടെ ദിയാകൃഷ്ണയ്ക്ക് ഇതുപോലെ ഭർത്താവിൻ്റെ അമ്മേനെ ഇത് അമ്മ എന്നൊന്നും വിളിക്കാനില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. എന്നിട്ട് ഇവർ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞേക്കുന്ന വേറൊരു സാധനമായിരുന്നു, റോഡിൽ കൂടെ പോകുന്നവരെ ഒന്നും അമ്മ എന്നൊന്നും വിളിക്കാൻ കാവിലമ്മയൊന്നും അല്ലല്ലോ എന്ന്. കാര്യം അത് വിളിക്കുമ്പോൾ ഇവർക്ക് ട്രോമറ്റൈസ്ഡ് ആവും. അഹാനയ്ക്ക് മറ്റേ തൻവി ചെറിയ പ്രായത്തിൽ തൻവിക്ക് കുറേ ബെഡ്റൂമൊക്കെ കിട്ടിയത്, വലിയ ബെഡ്റൂം കിട്ടിയത് അഹാന കൃഷ്ണയ്ക്ക് ട്രോമറ്റൈസ്ഡ് ആയിരുന്നു. ഇപ്പൊ ബർത്ത്ഡേ ഫംഗ്ഷൻസിന് ആൾക്കാർ വന്നിട്ട് പിള്ളേരെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകും, തിരിച്ചരില്ല, അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫംഗ്ഷൻ നടത്തുന്നത് ഇവർക്കൊരു ട്രോമയാണ്. വാട്ട് എ ട്രോമ മാൻ. അശ്വിനാവുന്നൊക്കെ മാറ്റിവിടും. അപ്പം തന്നെ ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ അതിനേക്കാൾ ഇപ്പം അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും ഇതുപോലെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ 3 പേരും എവിടെയെങ്കിലും ഇപ്പം ബേബി ഇച്ചിരിയുടെ വലുതായിട്ട് വെൻ ഹി റിമെമ്പേഴ്സ് ഓക്കെ അവൻ്റെ ബർത്ത്ഡേ ഇപ്പം അവന് വേണ്ട കേക്ക് അങ്ങനെ വേണം, അവനെ ടോയ്സ് അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരെയും വിളിച്ച് അവനൊരു ഗിഫ്റ്റൊക്കെ കിട്ടട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് വന്നാലും അവ അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനാകെ വീട്ടിലുള്ള 1-2 ചട്ടിയും കല്ലൊക്കെയാണ് അവന് ഇഷ്ടം. നമ്മളതൊക്കെ കൂടെ പറക്കിയെടുത്ത് ഫ്ലാറ്റിൽ കൊണ്ട് വെക്കണം. അവസാനം ഫ്ലാറ്റിലിരുന്ന് പൊടി പിടിക്കും. അവസാനം അത് വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കണം. ഈ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോഴേ എന്തൊരു പൊങ്ങച്ച് വേണ്ടേ നിങ്ങൾ ഈ വന്ന് പറയുന്നത്. ഇവർക്ക് കുറച്ചൊരു സെലിബ്രിറ്റി കുടുംബം ആയതുകൊണ്ട് തന്നെ ഇവരുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരും. അവരിത്തരത്തിൽ ഗിഫ്റ്റ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്കിന് ഇപ്പം മറ്റൊരാൾക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് വന്നിട്ട് അവരുടെ ഒരു എഫേർട്ട് എടുത്തിട്ടൊക്കെ ആയിരിക്കും അവരെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഗിഫ്റ്റ് ആകുമ്പോഴത്തേക്കിന് അതിരുന്ന് ചീത്തയായി പോകേണ്ടെന്ന് വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അന്ന് മോശമോ കാര്യമോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ എന്നിട്ട് അതൊക്കെ കുറേ ഗിഫ്റ്റൊക്കെ വരും, അത് പിന്നെ വേറെ ആൾക്കാർക്ക് കൊടുക്കണം. തൊട്ട് കൂട്ടത്തിൽ പറയണം ഇവരെയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ മുട്ടൻ അലമ്പാണ്, കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവർ തിരിച്ച് തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം അലമ്പാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എൻ്റെ ദിയാകൃഷ്ണ, നിങ്ങൾ ആ അലമ്പ് പിടിച്ച ആൾക്കാർ വന്ന് കൊണ്ടുതരുന്ന ഗിഫ്റ്റുകളല്ലേ ഇത്. എന്നിട്ട് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൊങ്ങച്ചോർത്താരൊക്കെ കേൾക്കുമ്പോഴാ പിന്നെ ബാക്കി പറഞ്ഞാട്ടെ എന്തിനാ വെറുതെ ഇത്രയും കോംപ്ലിക്കേഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് ഹോളിഡേസിന് അപ്പം തന്നെ മെസ്സേജ് അയച്ചു, നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യണം, ട്രിപ്പ് പോവാം. അതാകുമ്പോൾ ഒരു കുഞ്ഞ് കപ്പ് കേക്കോ എന്തെങ്കിലും മേടിച്ചിട്ട് ഭൂമിക്ക് നമ്മൾ പാട്ട് പാടിക്കൊടുത്ത് അവനൊരു സ്പെഷ്യൽ ഡേ, അവന് വേണ്ട പോലെ അവന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയ ഇഷ്ടം, അവനെ പൂളിൽ കൊണ്ടുപോകുന്നു, അവനെ നമ്മൾ കറങ്ങാൻ പുറത്ത് കൊണ്ടുപോകുന്നു, അവനിങ്ങനെ എവിടെയെങ്കിലും കറങ്ങി നടന്നാലും കുറച്ച് കഴിയുമ്പോൾ അവന് പാല് കുടിക്കണം, ഫുഡ് കഴിക്കണം. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഞാൻ പൊതുവേ ഹോട്ടൽ റൂംസിൽ വരുമ്പോൾ ഇവനെ തറയിൽ ഇറക്കി വിടാറില്ല. സംബന്ധം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സംഭവം ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ആണ് സുഹൃത്തുക്കൾ. കാര്യം കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിട്ട് മലേഷ്യയിൽ നേരെ മെസ്സേജ് അയച്ചിട്ട് ആ ബഡ്ജറ്റ് ഹോളിഡേയ്സിന് മെസ്സേജ് പറഞ്ഞ ട്രിപ്പ് പോകാനും കൊണ്ട് അങ്ങനെ ഒരു തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഇതിൻ്റെ പ്രൊമോഷണൽ വീഡിയോ ആണ്. വേണമെങ്കിൽ ഇതിൻ്റെ തുടക്ക ഭാഗത്തിൽ ദിയാകൃഷ്ണ പറഞ്ഞ സാധനം ഞാൻ ഒന്ന് ഇങ്ങോട്ട് വെക്കാം. വേറെ ആരും വഴിയല്ല, ബഡ്ജറ്റ് ഹോളിഡേയ്സ് വഴിയാണ്. അത് ഞാൻ പറയാതെ തന്നെ മിക്കവാറും കുറേ പേര് ഗസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി മാൽദീവ്സിൽ മെയിൽ ബഡ്ജറ്റ് ഹോളിഡേയ്സ് വഴി പോയപ്പോൾ നമ്മളവിടെ ചെന്നിറങ്ങിയപ്പോൾ മേ ബി ഇത് അന്ന് അവിടെ വെച്ച് എന്നെ കണ്ടവരിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ അവിടെ ചെന്നിറങ്ങി 2-3 പേര് മലയാളികളെ പരിചയപ്പെട്ടു. റാൻഡംലി അവർ സംസാരിച്ചാണ്. ഞാൻ അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് അവരെല്ലാവരും ബഡ്ജറ്റ് ഹോളിഡേയ്സ് വഴിയാണ് വന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് ബഡ്ജറ്റ് ഹോളിഡേയ്സ് വഴി വേറെ ആരുടെ അവിടെ വന്നു എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ അതായത് മെജോറിറ്റി നമ്മൾ കണ്ട മലയാളികളൊക്കെ ബഡ്ജറ്റ് ഹോളിഡേയ്സ് വഴിയാണ് വന്നത്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ട്രസ്റ്റിംഗ് ബഡ്ജറ്റ് ഹോളിഡേയ്സ്. കാരണം ഞാൻ ഇവരോട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഐ തിങ്ക് 3 years ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവരോട് പോകുന്ന അശ്വിൻ്റെ കൂടെയാണ്. അത് മാൽദീവ്സിൽ വെഡിങ്ങിനൊക്കെ ഒരു വർഷം മുന്നേ 2023 ഞാൻ പോകുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഹോളിഡേയ്സിന് എന്താണെങ്കിലും മുതലായിട്ടുണ്ട്. കാര്യം ബഡ്ജറ്റ് ഹോളിഡേയ്സിനെ നല്ല രീതിയിൽ പൊക്കടിച്ചിട്ടുണ്ട്. അതെന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള കമൻറ്റ് സെക്ഷൻ നമുക്ക് നോക്കാം. ഓമിക്കുഞ്ഞ് ഓമപ്പൊടി എന്നൊക്കെ വിളിച്ച് കൊഞ്ചിക്കുന്നവരോട് വഴിയിൽ പോകുന്ന കുട്ടികളെ കൊഞ്ചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ജസ്റ്റ് ലവ് യുവർ കിഡ്സ്. അവരെ കൊഞ്ചിക്കുക, നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുക. അവർക്കൊക്കെ കൊടുക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ തിരിച്ച് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ
പുള്ളിക്കാരി ഇവിടെ പറയുന്ന കാര്യം കേട്ടില്ല. തൻ്റെ കുഞ്ഞിനെ ഇപ്പം ആ കുഞ്ഞിൻ്റെ അടുത്ത് ആൾക്കാർക്ക് തോന്നുന്ന സ്നേഹം കൊണ്ടല്ലേ അവർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുക കാര്യങ്ങളൊക്കെ ചെയ്തത്. അതൊരു അലമ്പാണെന്നും ട്രോമറ്റൈസ്ഡ് ആവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആ കുഞ്ഞിൻ്റെ അടുത്ത് ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വലിയ ട്രോമയാ? അത് വല്ലാത്തൊരു ട്രോമയാണ് കേട്ടോ. ഐ തിങ്ക് വൈഷ്ണവ് ഇസ് ദ മോസ്റ്റ് ലക്കി മാൻ ഇൻ ദിസ് പ്ലാനറ്റ്. വാട്ട് ആൻ എസ്കേപ്പ്. ഇങ്ങനെ ഒരു നാറിയ വൃത്തികെട്ട ക്യാരക്ടറുള്ള ഫാമിലി മണി കൺ ബൈ കൾച്ചർ ആൻഡ് വാല്യൂസ്. അലമ്പ് വേണമെങ്കിൽ പിന്നെ സ്വന്തം വീട്ടിലുള്ളവരെ വിളിച്ചത് എന്തിനാണ്? ഇനിയെങ്കിലും ഇവരുടെ വ്ളോഗിൻ്റെ അടിയിൽ വന്ന് ഓമിയെ കാണാൻ വരുന്നവരുണ്ടോ എന്ന് കമൻറ്റ് ഇടല്ലേ. അങ്ങനെ ഇടുന്നവരെ ഒക്കെ ഇവരെന്താ വിചാരിക്കുക? ഓ അലമ്പ് കമൻറ്റ് ബോക്സ്, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വന്ന് ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കുന്ന അലമ്പ് കമൻറ്റ് ബോക്സ് എന്നല്ലേ അവർ പറയുള്ളൂ. ഇനി ലക്ഷറി വോൺ ബൈ ക്ലാസ് ആൻഡ് കൾച്ചർ. ഇത്രയൊക്കെ ആയിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം. ഇവരുടെ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ വരുന്ന ആൾക്കാരെ സമ്മതിക്കണം. ഇത്രയും അഹങ്കാരം പിടിച്ച മനുഷ്യരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുമ്മാതല്ല കൂടെ നിന്ന സ്റ്റാഫ് പണി കൊടുത്തത്. വിവരമുണ്ട് പക്ഷേ ബോധമില്ല. സച്ച് എ ടോക്സിക് പേരൻറ്റിങ്. അത് സത്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ അന്ന് വഴി പോകുന്നവരെയൊക്കെ അമ്മ എന്ന് വിളിക്കാം. കാവിലമ്മയൊന്നും അല്ലല്ലോ എന്ന് ദിയാകൃഷ്ണ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അത് ദിയാകൃഷ്ണയുടെ താല്പര്യമാണ് വിളിക്കാതിരിക്കുന്നുള്ളതൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ ദിയാകൃഷ്ണ പറയുന്നത് എൻ്റെ കുഞ്ഞ് മറ്റൊരാളെ അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടപ്പെടില്ല, കാര്യം എന്നെ മാത്രം വിളിച്ചാൽ മതി എന്ന് പറയുന്നത് അതൊരു ടോക്സിക് പാരന്റിങ് പോലത്തെ ഒരു സംഭവമാണ്. കാര്യം ഓരോരുത്തർ അവരുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കിന് ആ ഒരു നിങ്ങളുടെ താല്പര്യം ആ കുഞ്ഞിലോട്ട് അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് അന്നും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടോക്സിസിറ്റി ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈവൻ ഈ വീഡിയോയിലാണെങ്കിൽ പോലും അപ്പോൾ ആൾക്കാർക്കിടയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സാധനം എന്താണ്? ആ ഒരു കുഞ്ഞിനെ ആണെങ്കിലും ആൾക്കാർക്കിടയിലോട്ട് ആ കുഞ്ഞിനെ പറ്റിയിട്ട് ഓരോന്ന് പറയാനെ കൊണ്ട് ഇവരായിട്ട് ഇട്ട് കൊടുക്കല്ലേ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ. സംഭവം ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പല നടിമാരെ പറ്റിയിട്ട് പല ഓൺലൈൻ പോസ്റ്റുകളൊക്കെ ഓൺലൈൻ മീഡിയസൊക്കെ പോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അതിനകത്ത് കണ്ടില്ലേ ഈ സൂപ്പർ സ്റ്റാറിനെ പോലെ വെള്ളം കുടിക്കുന്നത് കണ്ടില്ലേ ആ നടൻ, മറ്റേത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ ഇത് നല്ലതായിരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതായത് ഈ നടീനെ പോലെ മികച്ച അഭിനേത്രി വേറെ ഇല്ലാതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത്രയും സുന്ദരിയെ കണ്ടില്ല, ഇത്രയും സുന്ദരനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ കമന്റ് ബോക്സിൽ നിൽക്കുന്നത് ആ പിന്നെ വലിയൊരു വന്നിരിക്കുന്നത് പോടെ ഇറക്കാന്ന് പറഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ ട്രിഗർ മൈൻഡ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അത്തരത്തിലുള്ള പോസ്റ്റ് ഇടുന്നത്. അതേപോലെ തന്നെയാണ് ഇവരിങ്ങനെ ഈ ഒരു സാധനം പറയുമ്പോഴത്തേക്കിന് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വെറും അലമ്പ് ആൾക്കാരാണ്. അപ്പോൾ അത് എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് ഒരു ട്രിഗർ സാധനം ഓൾറെഡി നിങ്ങൾ മറ്റേ ഗ്രാവിറ്റിയോട് താല്പര്യമില്ലാതെ ഇങ്ങനെ ഏറി നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഓൾറെഡി നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതീതികൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതോട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് വീണ്ടും ഫ്യൂലപ്പായിട്ട് കയറി പോകല്ല ഉള്ളൂ. അത് ചിന്തിക്കണ്ടേ. ഇനി ഇവരുടെ വല്ല ഫംഗ്ഷനും പോകുന്ന ആൾക്കാരുടെ തൊലിക്കട്ടി അപാരമായിരിക്കും, ഇവർക്ക് മാത്രമേ ഉള്ളൂ കൊച്ച്, അതിന് ആ കുട്ടീനെ എടുക്കാൻ ആർക്ക് എത്ര പേർ കണ്ടില്ലേ? ഇങ്ങനെ ഒരു കമൻറ്റ് വരുന്നത് ദാണ്ട് ഇവർ ഇതുപോലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇത് ചിന്തിക്കാനുള്ള ബോധ കാര്യങ്ങളൊന്നും ഇവർക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഗ്രാവിറ്റി താല്പര്യം, അവർക്ക് ഭൂമിയിൽ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇനി എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പി അഷ്റഫ് പുള്ളി ഇവരെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനകത്തിലെ കുറച്ച് ഭാഗങ്ങളൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ആനയുടെ പ്രതികരണങ്ങളൊക്കെ വളരെ പക്വതയോടെ ആയിരുന്നു. എന്നാൽ ദിയാകൃഷ്ണയുടെ അപക്വമായ നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തുറന്നു കാട്ടി പലരും പ്രതികരിച്ചിട്ടുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു. ആ ഒരു ഇമേജിനാണ് ഇപ്പോൾ ഇളക്കം സംഭവിച്ചിരിക്കുന്നത്. കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും അവരുടെ കുട്ടികൾക്കും പ്രത്യേകം ചാനലുകളുണ്ട്. അതിനെല്ലാം തന്നെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുമുണ്ട്. അതിൽ കൃഷ്ണകുമാർ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ അവരുടെ യാത്രാനുഭവങ്ങളും അവരുടെ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളും പാചകവും വാചകവും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിഷമങ്ങളും എന്തിനേറെ സ്വന്തം പ്രസവം വരെ ആഘോഷമാക്കി മാറ്റി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതാണ് അവരുടെ ചാനലുകളിലെ കണ്ടന്റുകൾ. അതിനൊക്കെ വലിയ ആരാധകരും അംഗീകാരങ്ങളും വിമർശനങ്ങളും ഒക്കെ ലഭിക്കുന്നത് കൊണ്ടാണ് കോടിക്കണക്കിന് സമ്പാദിക്കുവാനും നിലനിൽക്കുവാനും അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതുസമൂഹത്തോട് കടപ്പാടും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാകണം. പൊതുജനങ്ങളുടെ പ്രതികരണത്തിന് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. അവരാരും നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങളുടെ വീട്ടിലെത്തി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അഭിപ്രായവും കമന്റുകളും ഒന്നും പറയുന്നതല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചെറുതും വലുതുമായ കുടുംബ വിശേഷങ്ങൾ പൊതുമധ്യത്തിൽ പറയുമ്പോൾ പഞ്ചപുച്ഛമടക്കി കേട്ടിരിക്കണം, തിരിച്ചൊരു അഭിപ്രായവും പറയാൻ പാടില്ല എന്ന് ശഠിക്കുന്നത് ശരിയാണോ? സത്യം. അങ്ങോട്ടൊരു കാര്യവും പറയാൻ പാടില്ല. അപ്പോഴത്തേക്ക് നേരെ ഡിഫെൻസീവ് ആയിട്ട് അവരെവിടെ തുടങ്ങും. ഞങ്ങളെ ഒന്നും പറയാൻ പാടില്ല, കാര്യം ഞങ്ങൾ എലൈറ്റ് ഫാമിലി അല്ലേ എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഇവർ. ആൾക്കാരെ ബോഡി ഷെയിമിന്റെ തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ പറയും. കഴിഞ്ഞ ദിവസം സിന്ധുകൃഷ്ണ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് എൻ്റെ മക്കൾ കുറച്ച് മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവരിടുന്ന ഡ്രസ്സിനൊന്നും വൾഗാരിറ്റി ഇല്ലാന്ന്. എന്താ വണ്ണമുള്ള ആൾക്കാർക്ക് വൾഗാരിറ്റി ഉണ്ടാവും? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, തട്ടിക്കുടുമ്പല്ലേ, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. കുറിച്ച് വളരെ ഇഷ്ടത്തോടെയും മതിപ്പോടെയും വളരെ നാളുകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും കാര്യശേഷിയും ഉള്ള ഒരു കുട്ടിയായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എന്റെ ധാരണ തെറ്റായിരുന്നോ എന്ന് തോന്നിപ്പോവുകയാണ്. ഇന്നിപ്പോൾ അഹാന തന്റെ കുടുംബത്തിൽ നടക്കുന്ന ആശാസ്യമല്ലാത്ത ചില കാര്യങ്ങൾ പൊതുമധ്യത്തിൽ വന്ന് വിളമ്പിയപ്പോൾ അയ്യേ ഈ കുട്ടി എന്താണ് ഇങ്ങനെ എന്ന് തോന്നിപ്പോവുകയാണ്. നമ്മുടെ സത്യം, ഞാനും മുമ്പൊക്കെ വീഡിയോസ് ചെയ്ത സമയത്തൊക്കെ കൂടുതൽ ദിയാകൃഷ്ണയാണല്ലോ ഏറി പൊക്കോണ്ടിരുന്നത്. ആ സമയത്തൊക്കെ അഹാനയൊക്കെ പിന്നെയും ഇതിനകത്തൊക്കെ കുറച്ചുകൂടെ നൈസാണ്, ഡീസെന്റ് ആണെന്നൊക്കെയായിരുന്നു നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം നടന്നത് ചരിത്രമായിരുന്നു.
പോലെ അപ്രതീക്ഷിതമായി ഉണ്ടായ ചില സംഭവങ്ങൾ കാരണം ഏറിൽ പോയ കൃഷ്ണകുമാറിന്റെ മകൾ അഹാനയ്ക്ക് ഇതുവരെ തിരിച്ചിറങ്ങാനായിട്ടില്ല. അഹാനയുടെ ഇമേജിനെ തകർക്കാൻ കരുക്കൾ നീക്കിയത് അഹാന പാല് കൊടുത്ത് വളർത്തിയ ഒരു പാമ്പാണെന്നാണ് അഹാന തന്നെ പറയുന്നത്. അത് മറ്റാരുമല്ല, തന്റെ സ്വന്തം ചെറിയമ്മയുടെ മകളായ തൻവിയാണ്. അഹാന മുൻകൈയെടുത്ത് സഹായിച്ചു തുടങ്ങിയ തൻവിയുടെ ചാനലിന്റെ റീച്ച് കൂട്ടാൻ, സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ അഹാനയെ തന്നെ ബലിയാടാക്കി. അമ്മുമ്മയുടെ പരാതികളും പരിഭവങ്ങളും നിറഞ്ഞ കഥകളുമായിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഇന്നത് ചീഞ്ഞു നാറിയ ദുർഗന്ധം വമിക്കുന്ന കുടുംബ കഥയിലേക്ക് വഴിമാറി. കുടുംബത്തിലെ പലരുടെയും സ്വകാര്യ ജീവിത കഥകൾ പൊതുവിടത്തിൽ ചർച്ചയ്ക്കായി ഇട്ടുകൊടുത്തു. ഇതിലിപ്പോൾ അമ്മുമ്മ മാത്രമല്ല, അമ്മയും അപ്പച്ചിയും അപ്പുപ്പനും ചെറിയമ്മയും അവരുടെ മകളുമൊക്കെ കഥാപാത്രങ്ങളായി എത്തി അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴോ ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കി ദുർഗന്ധം വമിക്കുന്ന ചില വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും പിൻവലിച്ചപ്പോൾ എല്ലാത്തിനും ഒരു പര്യവസാനമുണ്ടായി എന്ന് കരുതി. അന്ന് പലരും എന്നോട് ചോദിച്ചു, അഹാന വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെല്ലാം രമ്യമായി അവസാനിച്ചില്ലേ, ഇനി ഞാനായിട്ട് എന്തിനാണ് അതിനെ കുത്തിപ്പൊക്കുന്നതെന്ന്. എന്നാൽ ഇത് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുൻപുള്ള ശാന്തതയായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സമാധാനത്തോടെയും അതിലുപരി ആശ്വാസത്തോടെയും പഴയപടി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സിന്ധു കൃഷ്ണയുടെ ഭാഗത്തു നിന്നും അനവസരത്തിൽ ഒരു വെടിപൊട്ടിക്കുന്നത്. അമ്മ എന്റെ അച്ഛനോടും എന്നോടും അഹാനയോടും ചെയ്ത കൊടും ക്രൂരതയുടെയും ചെറ്റവർത്തമാനത്തിന്റെയും CCTV ഫുട്ടേജ് തെളിവ് സഹിതം എന്റെ കൈവശമുണ്ട്. അതൊരിക്കലും ഞാൻ പുറത്തുവിടില്ല. അത്രത്തോളം ഗുരുതരമായ പ്രശ്നങ്ങൾ അതിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോയും അതിൽ സിന്ധു കൃഷ്ണ നടത്തിയിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാത്തവരും കാണാത്തവരും ഉണ്ടോ എന്ന് സംശയമാണ്. ഇതിനകത്ത് സിന്ധു കൃഷ്ണ ഇല്ലേ, പുള്ളിക്കാരിയുടെ ആ ഒരു വീഡിയോക്കകത്ത് വന്ന് പറയുന്നത് എനിക്കിതിനകത്തൊന്നും പ്രശ്നങ്ങളൊന്നും പോകാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് ഇവർ തന്നെ എന്നിട്ട് ഒരു CCTV വിഷ്വൽസും എന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ അടുത്ത് പോയി പറയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ അവൻ്റെ CCTV വിഷ്വൽസ് ഇവിടെ ഞാനിവിടെ സൈഡിൽ കൊടുക്കാതെ. ഈ അമ്മൂമ്മ ആ ഒരു അപ്പൂപ്പനെ അടിക്കുന്ന വിഷ്വൽസാണ് സംഭവം. ഇതിനകത്ത് അമ്മൂമ്മയും ഡീസൻ്റ് അല്ല, ഈ കൂട്ടരെല്ലാവരും ഒരുപോലൊക്കെ തന്നെ ഞാൻ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞാൽ രണ്ട് കൂട്ടരുടെ ഭാഗത്തും ശരികളുണ്ട്, അവരുടേതായിട്ടുള്ള തെറ്റുകളും ഉണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ പബ്ലിക്കിലോട്ട് കൊണ്ടിട്ടിട്ട് അത് CCTV വിഷ്വൽസ് വരെ ഇങ്ങനെ കൊണ്ടിട്ട് ആൾക്കാരിലോട്ട് അയച്ചു കൊടുത്ത് പബ്ലിക്കാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞില്ലേ ഇവരെ പറ്റിയിട്ട്, തൊട്ട് കുടുംബമല്ലേ, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എന്തൊക്കെ പ്രകോപനം നേരിട്ടാലും സിന്ധു തന്റെ നിലവാരം വിട്ട് സംസാരിക്കരുതായിരുന്നു, പ്രവർത്തിക്കരുതായിരുന്നു. കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർത്ത് നാളെ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒന്നായേക്കാം. എന്നാൽ നിങ്ങളുടെ പേരിനും പ്രശസ്തിക്കും കുടുംബത്തിനുമേറ്റ ഇമേജ് തകർച്ച ഒരിക്കലും പൂർണ്ണമായി തേഞ്ഞു മാഞ്ഞു പോകില്ല. ഇത്തരം കുടുംബ വിഴുപ്പുകൾ പൊതുമധ്യത്തിൽ അലക്കുന്നതിന് മുൻപ് വലിയൊരു പദവിയിലിരിക്കുന്ന കൃഷ്ണകുമാറിനെ കുറിച്ചെങ്കിലും ഒന്നോർക്കാമായിരുന്നു. ഇനിയും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും ആരോപണ പ്രത്യാരോപണങ്ങളും ഉയർത്തി പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാതെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചും ക്ഷമിച്ചും എല്ലാം ഒന്ന് അവസാനിപ്പിക്കാൻ സിന്ധുവും അഹാനയും ശ്രമിക്കേണ്ടതാണ്. അതൊക്കെ ചിന്തിച്ചൊക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ചുമ്മാ അവരെ കൊണ്ട് പറ്റാത്ത കാര്യത്തെ പറ്റിയിട്ട് നമ്മളിങ്ങനെ പറയരുത് ഗൈസ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. പിന്നെ എനിക്കിനി നിങ്ങളുടെ അടുത്ത് KK ഫാമിലിയുടെ അടുത്ത് പറയാനുള്ളത്, എനിക്കറിയാം നിങ്ങൾക്ക് ഇതുപോലെ ഭൂമിയിൽ നിൽക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത്, പക്ഷേ നിങ്ങൾ സൗരയൂഥം വിട്ടിട്ട് ഈ ഒരു സോളാർ സിസ്റ്റം വിട്ടിട്ട് വെളിയിൽ പോരുത്. അവിടുന്നൊക്കെ നിങ്ങൾ വേറെ യൂണിവേഴ്സിലോട്ട് വേറെ ഗാലക്സിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ടുവരാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. സോ ഒത്തിരി അങ്ങ് പോവല്ല, ഇവിടെ തന്നെ കിടന്ന് ഇങ്ങനെ കറങ്ങണം. ഇടയ്ക്ക് നിങ്ങൾ ചൊവ്വയിലോ അല്ലെങ്കിൽ നെപ്റ്റ്യൂണിലോ ജൂപ്പിറ്ററിലോ ഒക്കെ പോയി ഒന്ന് കറങ്ങി വന്നു, റൗണ്ട് അടിച്ച് വന്നോ, കുഴപ്പമില്ല. പക്ഷേ ഇതിന് വെളിയിൽ പോകല്ലോ, എനിക്ക് അത്ര മാത്രമേ പറയുള്ളൂ. എന്നാണെങ്കിൽ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി, ബൈ.